കേരളത്തിൽ 3 സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് നടക്കുമ്പോൾ ചേലക്കരയും പാലക്കാടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. കെ രാധാകൃഷ്ണൻ എന്ന പട്ടികവകുപ്പ് മന്ത്രി അദ്ദേഹം ആലത്തൂരിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ ഒഴിവന്ന സീറ്റിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനപ്രിയ MLA ആയിട്ടുള്ള ഏവർക്കും പ്രിയങ്കരനായിരുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹം വടകര നിന്ന് മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചതിന് ശേഷമാണ് പാലക്കാട് സീറ്റ് ഒഴിവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പാലക്കാട് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായി പൊരുതിയത് കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത വിജയമാണ്. 3800-ലധികം വോട്ടുകൾക്ക് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിൽ ഒന്ന് തന്നെയായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നുണ്ട്. ചേലക്കരയിൽ കഴിഞ്ഞ തവണ മന്ത്രി കെ രാധാകൃഷ്ണൻ, അതായത് നിലവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച അവിടുത്തെ MLA ആയിരുന്ന കെ രാധാകൃഷ്ണൻ വിജയിച്ചത് 39,520 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അദ്ദേഹത്തിന് ഇത്തവണ പക്ഷേ ആലത്തൂരിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് 20,100 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം, ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അവിടെ തന്നെ പറയേണ്ടത് ചേലക്കരയിൽ കുത്തനെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. വെറും 5000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ചേലക്കരയിൽ കെ രാധാകൃഷ്ണനുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടെങ്കിൽ പോലും അവർ അസാമാന്യമായ രീതിയിൽ ഫൈറ്റ് നടത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പല മണ്ഡലങ്ങളിലും രമ്യ ഹരിദാസ് 1-ാം സ്ഥാനത്തെത്തി. 4 നിയോജക മണ്ഡലങ്ങളിൽ കെ രാധാകൃഷ്ണൻ 1-ാമതെത്തിയപ്പോൾ 3 നിയോജക മണ്ഡലങ്ങളിൽ രമ്യ ഹരിദാസാണ് 1-ാമത് എത്തിയത്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ 9,500-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം VK ശ്രീകണ്ഠനെ ഇപ്പോൾ തന്നെ നിയമസഭാ കണക്കെടുത്ത് നോക്കിയാലുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു ശക്തമായ BJP മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കോൺഗ്രസ് അത്രയേറെ സേഫാണ്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ജനപ്രിയനായ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും. യൂത്ത് കോൺഗ്രസിനെ അക്ഷരം പ്രതി മാറ്റുന്നതിൽ, സംഘടനാ തലത്തിൽ ശക്തമാക്കുന്നതിൽ അദ്ദേഹം കേരളത്തിൽ ശക്തമായ തനതായ ശൈലിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. തീർച്ചയായും അത് ജനങ്ങൾക്കിടയിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടെ കോൺഗ്രസ് നീങ്ങുന്നു. ഒപ്പം ചേലക്കര കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന കോൺഗ്രസിൻ്റെ മുന്നേറ്റം, UDFിൻ്റെ മുന്നേറ്റം തീർച്ചയായും പ്രവർത്തകർക്കിടയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വയനാട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി വിജയിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അവിഭാജ്യ ഘടകമാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതോടുകൂടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫ്ലക്സ് ബോർഡുകളും പ്രചരണങ്ങളും തുടങ്ങി ഏറെ മുൻപന്തിയിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്.